Praise the Lord. Praise the Lord. Praise the Lord. ದೇವರ ಪರಿಶುದ್ಧವಾದ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ದೇವರ ವಾಗ್ದಾನ ಪ್ರಕಾರವಾಗಿ ಆತನ ದಿವ್ಯ ಸಾನ್ನಿಧ್ಯ ನಮ್ಮ ನಡುವೆ ಇರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം തന്റെ ദിവ്യ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 ಅಥವಾ 3 ಜನ ಎಲ್ಲಿ ಆತನ ನಾಮದಲ್ಲಿ ಸೇರಿ ಬರುತ್ತಾರೋ ಅವರ ನಡುವೆ ನಾನು ಇದ್ದೇನೆ ಎಂಬುದಾಗಿ ಹೇಳಿದಂತ ನಮ್ಮ ಕರ್ತನು ನಮ್ಮ ನಡುವೆ ಇದ್ದಾನೆ. 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവിടെ നടുവിൽ ഞാനുണ്ട് എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ಆದ್ದರಿಂದ ದೇವಸ್ಥಾನ ಆಗಿರುವಾಗ ಪ್ರತಿಯೊಬ್ಬರು ಕೂಡ ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿ ಆಗಿರಬೇಕು. ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചില മിനിറ്റുകൾ ആയിരിക്കാം. ನಿಮಗೆ ಅನಿಸಬಹುದು ಇವತ್ತು ಕರ್ತನ ಭೋಜನವಿಲ್ಲವಲ್ಲ, ಮತ್ತೆ ಏನಕ್ಕೆ ಈಗ ಅದರ ಬಗ್ಗೆ ಮಾತನಾಡಬಹುದು? കർത്താവിന്റെ മേശ ഇന്നിവിടെ അനുഷ്ഠിക്കുന്നില്ലല്ലോ, പിന്നെന്തുകൊണ്ട് ഈ വചനങ്ങളിൽ നിന്ന് സംസാരിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകാം. ಆದರೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ನೆನಪಿಸುವುದು ಕರ್ತ ನಮಗೋಸ್ಕರವಾಗಿ ತನ್ನ ಪ್ರಾಣವನ್ನು ಕೊಟ್ಟಂತ ವಿಷಯವಾಗಿದೆ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാണൻ തന്ന വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ഇന്ന് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യരുടെ പത്രിಕೆ എടുക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ಅದರ 11:26 വാക്യം. 11:26 വാക്യം പല ഭാഷകളിൽ നമുക്കൊന്ന് വായിക്കാം. ഇംഗ്ലീഷ് വായിക്കാം, മലയാളത്തിൽ വായിക്കാം, കന്നഡത്തിൽ വായിക്കാം. മലയാളത്തിൽ English 11:26. For whenever you eat this bread and drink this cup, you proclaim the Lord's death until he comes. ಒಂದು ನಿಮಿಷ ಪ್ರಾರ್ಥಿಸೋಣ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ಪರಿಶುದ್ಧನೇ ನಮ್ಮ ಪರಲೋಕದ ತಂದೆಯೇ, ಈ ಮನಪರವಾದ ಒಳ್ಳೆಯ ಸಮಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ತಂದೆ, ನಿಮ್ಮ ವಾಕ್ಯದ ಮುಂದೆ ನಾವಾಗಿರುವಾಗ ನಿಮ್ಮ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ನಮ್ಮ ಜೊತೆ ಮಾತನಾಡುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆಮೆನ್. ಅಪೊಸ್ತಲನಾದ ಪೌಲನು, സ്ലീഹാധന്യനായ പൗലോസ് ತಾನು ಕೊರಿಂಥಿಯವರಿಗೆ ಪತ್ರಿಕೆಯನ್ನು ಬರೆಯುವಾಗ കൊരിന്ത്യർക്ക് താൻ ഒരു എഴുത്തെഴുതുമ്പോൾ ಅಲ್ಲಿನ ಸಭೆಯಲ್ಲಿ ಅನೇಕ ಸಮಸ್ಯೆಗಳಿಗೆ ಕೆಲವೊಂದು ಉತ್ತರವನ್ನು ಕೊಡುತ್ತಾ ತಾನು ಬರೆಯುತ್ತಿದ್ದಾನೆ. അവിടെയുള്ള പല പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ടാണ് താൻ ആ എഴുത്ത് അവർക്ക് എഴുതിയത്. ಕರ್ತನ ಭೋಜನವನ್ನು ಆಚರಿಸುವ ವಿಷಯದಲ್ಲೂ ಕೂಡ ಆ ಸಭೆಯಲ್ಲಿ ಸಮಸ್ಯೆ ಇತ್ತು. കർത്താവിന്റെ മേശ ആചരിക്കുന്ന വിഷയത്തിലും അവിടെ ചിന്താകുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. ಅನೇಕರು ಅದನ್ನು ಆಚರಿಸಬೇಕಾದ ರೀತಿಯಲ್ಲಿ ಆಚರಿಸುತ್ತಾ ಇರಲಿಲ್ಲ. പലരും ആചരിക്കേണ്ട വണ്ണം അത് ആചരിക്കാതെ പോയി. ಸುಮ್ಮನೆ ಏನಕ್ಕೋ ಬಂದು ಬಿಟ್ಟು ಅವರ ಇಷ್ಟ ಪ್ರಕಾರವಾಗಿ ಅದನ್ನು ಆಚರಿಸಿಕೊಂಡು ಹೋಗುತ್ತಿದ್ದರು. ആ ഓടി ആരാധനയ്ക്ക് കടന്നു വന്നിട്ട് ഇഷ്ടപ്രകാരം അതിൽ നിന്ന് ഭക്ഷിച്ച് കടന്നു പോകുന്ന ഒരു പതിവ് അന്ന് നിലവിലിരുന്നു. ಅದರಿಂದ 11ನೇ ಅಧ್ಯಾಯದ 17ರಿಂದ ಕೊನೆಯವರೆಗೆ ಆತನು ಈ ಭಾಗವನ್ನು ವಿವರಿಸುತ್ತಿದ್ದಾನೆ. 11:27 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയമാണ് പരാമർശിക്കുന്നത്. 17ನೇ ವಾಕ್ಯದಿಂದ 22ನೇ ವಾಕ್ಯದವರೆಗೆ ಆ ಸಭೆಯಲ್ಲಿ ಇದ್ದಂತ ಸಮಸ್ಯೆಯನ್ನು ಕುರಿತು ಹೇಳಿದ್ದಾನೆ. 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അവിടെയുള്ള 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അവിടുത്തെ പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. 17ರಿಂದ 22 ಇರುವಂತಹ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ಅಲ್ಲಿನ ಸಮಸ್ಯೆಯನ್ನು ಕುರಿತು ಹೇಳಿದ್ದಾನೆ. അവിടെയുള്ള പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ 23ರಿಂದ 26 ವಾಕ್ಯದಲ್ಲಿ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ಕರ್ತನ ಭೋಜನ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಏನು ಎಂಬುದಾಗಿ ಹೇಳಿದ್ದಾನೆ. കർത്താവിന്റെ മേശ എന്നാൽ എന്ത് എന്ന് രേഖപ്പെടുത്തുന്നു. 27ರಿಂದ 34 വരെയുള്ള വാക്യങ്ങളിൽ ಅದನ್ನು ಯಾವ ರೀತಿಯಾಗಿ ನಾವು ಅದನ್ನು ಆಚರಿಸಬೇಕು, ನಮ್ಮ ಮನೋಭಾವ ಯಾವ ರೀತಿ ಇರಬೇಕು ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അത് അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനോഭാവം ഏവിധമായിരിക്കണം എന്ന് രേഖപ്പെടുത്തുന്നു. ಅಲ್ಲಿನ ಸಮಸ್ಯೆ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ അവിടുത്തെ പ്രശ്നത്തിലേക്ക് നമുക്ക് നോക്കാം. ಆ ಸಭೆಗೆ ಎಲ್ಲಾ ವರಗಳು ಕೂಡ ಇರುವಂತವರಾಗಿದ್ದರು. ആ സഭയ്ക്ക് എല്ലാ കൃപാവരങ്ങളും ഉണ്ടായിരുന്നു. ಆದರೆ ಸಭೆಯಲ್ಲಿ ಪ್ರೀತಿ ಎಂಬುದು ಇರಲಿಲ್ಲ. എന്നാൽ സ്നേഹം ഇല്ലാതെ പോയി. ಐಕ್ಯತೆ ಎಂಬುದಾಗಿ ಇರಲಿಲ್ಲ. ഐക്യത നഷ്ടപ്പെട്ടു പോയി. ಪ್ರೀತಿ ನಷ್ಟವಾದರ ನಿಮಿತ್ತವಾಗಿ ಐಕ್ಯತೆ ಇಲ್ಲದೆ ಹೋಯಿತು. സ്നേഹം നഷ്ടമായതുകൊണ്ട് ഐക്യം നഷ്ടപ്പെട്ടു. ಹಣವಂತರು ಹಣ ಇಲ್ಲದವರು ಎಂಬುದಾಗಿಂತ ಭೇದ ಅಲ್ಲೇ ಇತ್ತು. ധനവാനും ദരിദ്രനും എന്ന ആ വിവേചനമുണ്ടായി. ಕರ್ತನ ಭೋಜನಕ್ಕೋಸ್ಕರವಾಗಿ ಬರುವಾಗ ಹಣವಂತರು ಅವರು ತಿಂದು ತೃಪ್ತಿಯಾಗಿ ಹೋಗುತ್ತಿದ್ದರು. ആ സമ്പന്നരായവർ കടന്നു വന്ന് തിന്ന് തൃപ്തരായി മടങ്ങി പോകുന്നു. ಆದರೆ ಬಡವರ ಬಗ್ಗೆ ಅವರು ಚಿಂತೆ ಮಾಡುತ್ತಿರಲಿಲ್ಲ. ദരിദ്രരെ കുറിച്ച് അവർക്ക് വിചാരമില്ലാതെ പോയി. ನಾವು ಇವತ್ತು ಕರ್ತನ ಭೋಜನವನ್ನು ಆಚರಿಸುವ
ರೀತಿಯಲ್ಲೇ ಅಲ್ಲ ಅವರು ಆಚರಿಸ್ತಾ ಇದ್ದದ್ದು. നാം ഇന്ന് ആചരിക്കുന്ന പോലെയല്ല അന്ന് അവർ ആചരിച്ചിരുന്നത്. ಅವರು ಸಂಜೆ ಸಮಯದಲ್ಲಿ ಆಚರಿಸುತ್ತಾ ಇದ್ದರು. ആ സന്ധ്യാസമയത്താണ് അവർ അത് ആചരിച്ചു വന്നത്. ಹಾಗೆ ಪಸ್ಕ ಹಬ್ಬವನ್ನು ಆಚರಿಸಿ ಭೋಜನವಾಗಿ ಹಾಗೆ ರೊಟ್ಟಿ ದ್ರಾಕ್ಷಾರಸವನ್ನು ಕುಡಿಯುತ್ತಾರೋ ಅದೇ ರೀತಿಯಲ್ಲಿ ആ പെസക ആചരിക്കുന്നത് പോലെ പെസകയിൽ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുന്നത് പോലെ തന്നെയായിരുന്നു അന്ന് അവർ ഈ കർത്താവിന്റെ മേശ ആചരിച്ചു വന്നത്. ಕ್ರಿಸ್ತನು ಕೂಡ ಅದೇ ರೀತಿಯಲ್ಲೇ ಅದನ್ನು ಆಚರಿಸಿ ಶಿಷ್ಯರಿಗೆ ತೋರಿಸಿದ್ರು. യേശു ക്രിസ്തുവും അതേ രീതിയിലാണ് കർത്താവിന്റെ മേശ അനുഷ്ഠിച്ചത് എന്ന് കാണുവാൻ കഴിയും. ಬರುವ ಸಂದರ್ಭದಲ್ಲಿ ಎಲ್ಲರೂ ಕೂಡ ಆಹಾರವನ್ನು ತೆಗೆದುಕೊಂಡು ಬಂದು ಅವರು ಆಹಾರವನ್ನು ತಿನ್ನುತ್ತಿದ್ದರು. ആ വരുമ്പോൾ എല്ലാവരും ആഹാരം കൊണ്ടുവന്ന് സമയമാകുമ്പോൾ അവർ ആഹാരം കഴിക്കും. ನಂತರ ರೊಟ್ಟಿಯನ್ನು ಮುರಿದು ದ್ರಾಕ್ಷಾರಸವನ್ನು ಕುಡಿದು ಹೋಗುತ್ತಿದ್ದರು. വീണ്ടും ആ റൊട്ടി അപ്പം മുറിച്ച് വീഞ്ഞ കുടിച്ച് അവർ കർത്താവിനെ ഓർത്ത് അവർ മടങ്ങിപ്പോകും. ಆದರೆ ಆಹಾರ ಇಲ್ಲದಿರುವಂತಹ ಬಡವರು ಬಂದವರು ಬಾಯಿ ನೋಡಿಕೊಂಡು ಹೋಗುವ ರೀತಿಯ ಅವಸ್ಥೆ ಆಗುತ್ತೆ. എന്നാൽ ആഹാരമില്ലാത്തവർ അവിടെ വെറുതെ ഇരുന്ന് മറ്റുള്ളവർ ഭക്ഷിക്കുന്നത് കണ്ട് അവർ മടങ്ങിപ്പോകും. ಅವರ ಕುರಿತು ಚಿಂತಿಸುವಂತ ಒಂದು ಹೃದಯ ಅಲ್ಲಿನಂತ ಕೆಲವು ಶ್ರೀಮಂತರಿಗೆ അങ്ങനെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു ഹൃദയം സമ്പന്നർക്ക് ഇല്ലാതെ പോയി. ಅಂದ್ರೆ ಎಲ್ಲಾ ವರಗಳಿದ್ದಾಗಿ ಕೂಡ ಪ್ರೀತಿ ಎನ್ನುವುದು ಅಲ್ಲಿ ಇರಲಿಲ್ಲ. ആ കൃപാവരങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും സ്നേഹത്തിന്റെ അഭാവം ആ സഭയിൽ അവർ കണ്ടു. ಅದರಿಂದ ಪೌಲನು ಹೇಳುತ್ತಿದ್ದಾನೆ, ನೀವು ಇದನ್ನು ಆಚರಿಸುವಾಗ ಒಳ್ಳೆಯದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಕೆಟ್ಟದ್ದು ಸಂಭವಿಸುತ್ತಿದೆ ಎಂಬುದಾಗಿ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ക്രമപ്രകാരമല്ലാതെ ഇത് ആചരിക്കുന്നത് നിമിത്തം വളരെ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു. ಅಂದ್ರೆ ಸಭೆಯಲ್ಲಿ ಪ್ರೀತಿ ಇಲ್ಲದಿದ್ದರೆ, ಪ್ರೀತಿಯಿಂದ ಇನ್ನೊಬ್ಬರನ್ನು ನೋಡದೆ ಹೋದರೆ, ಕರ್ತನ ಭೋಜನವನ್ನು ಅದನ್ನು ಸ್ವೀಕರಿಸಿ ಅದನ್ನು ಮಾಡಿದರೆ ಅದಕ್ಕೆ ಉಪಯೋಗ ಇಲ್ಲ ಎಂಬುದಾಗಿ. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ಅದು ಕರ್ತನ ಶರೀರದ ಅವಹೇಳನವಾಗಿದೆ. അത് കർത്താവിന്റെ ശരീരത്തോടുള്ള അവഹേളനമാണ്. ಕರ್ತನ ಸಭೆ ಮೇಲಿರುವಂತಹ ಅವಹೇಳನವಾಗಿದೆ. കർത്താവിന്റെ സഭയോടുള്ള അനാദരവാണ്. ಕರ್ತನ ಶರೀರವನ್ನ ತಿಳಿಯದಿರುವಂತಾಗಿದೆ. കർത്താവിന്റെ ശരീരത്തെ തിരിച്ചറിയാൻ കഴിയാത്തതാണ്. ಈ ಸಮಸ್ಯೆಯನ್ನು ಹೇಳಿಕೊಂಡ ನಂತರ ಪೌಲನು ಅದು ಏನು ಎಂಬುದಾಗಿ ಹೇಳ್ತಿದ್ದಾನೆ. ഈ വിഷയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് അത് എന്താണ് എന്ന് പറയുന്നു. ಕರ್ತನು ತನ್ನನ್ನು ಹಿಡಿದುಕೊಟ್ಟಂತಹ ರಾತ್ರಿಯಲ್ಲಿ, കർത്താവിനെ കാണിച്ചു കൊടുത്ത ആ രാത്രിയിൽ ತಾನು ರೊಟ್ಟಿಯನ್ನು ತೆಗೆದುಕೊಂಡು ಸ್ತೋತ್ರ ಮಾಡಿ ആ അപ്പം തന്റെ കരങ്ങളിൽ എടുത്ത് സ്തോത്രം ചൊല്ലി ಅದನ್ನು ಮುರಿದು ಶಿಷ್ಯರಿಗೆ ಕೊಟ್ಟು അത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. ಇದನ್ನು ತೆಗೆದುಕೊಂಡು ತಿನ್ನಿರಿ ಎಂಬುದಾಗಿ ಹೇಳಿದರು. ഇത് വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. ಇದು ನನ್ನ ಶರೀರ, ഇത് എന്റെ ശരീരം. ಹಾಗೆ ಭೋಜನವಾದ ನಂತರವಾಗಿ ആ അപ്പം കഴിച്ച ശേഷം ತಾನು ದ್ರಾಕ್ಷಾರಸವನ್ನು ತೆಗೆದುಕೊಂಡು ദ്രാക്ഷാരസം തന്റെ കരങ്ങളിൽ എടുത്തു. ಇದು ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿರುವಂತಹ ನನ್ನ ರಕ್ತ ಎಂಬುದಾಗಿ, ഇത് പുതിയ നിയമത്തിൽ എന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞു. ಇದು ಅನೇಕರ ಪಾಪ ಕ್ಷಮೆಗೋಸ್ಕರವಾಗಿ ಸುರಿಯಲ್ಪಡುವ ರಕ್ತ. അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തം. ನೀವು ಇದನ್ನು ಮಾಡುವಾಗ ನನ್ನ ನೆನಪಿಗೋಸ್ಕರವಾಗಿ ಮಾಡಿ ಅಥವಾ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ಅಂದರೆ ನಮ್ಮ ಮುಂದೆ ಕರ್ತನ ಭೋಜನ ರೊಟ್ಟಿ ದ್ರಾಕ್ಷಾರಸ ಇರುವಾಗ, നമ്മുടെ മുൻപാകെ കർത്താവിന്റെ അപ്പവും വീഞ്ഞും ഇരിക്കുമ്പോൾ ಅದು ನಮಗೆ ಕರೆದು ಹೇಳುವುದು, അത് നമ്മോട് വിളിച്ചു പറയുന്നു, ನಮ್ಮ ಕರ್ತನು നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ನಮ್ಮ ಪಾಪಗಳಿಗೋಸ್ಕರವಾಗಿ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ನಮ್ಮ ಪಾಪವನ್ನು ಹೊತ್ತುಕೊಂಡು, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, ನಮ್ಮ ಶಾಪವನ್ನು ಹೊತ್ತುಕೊಂಡು, നമ്മുടെ ശാപങ്ങളെ ചുമന്നുകൊണ്ട്, ನಮ್ಮ ರೋಗವನ್ನು ಹೊತ್ತುಕೊಂಡು, നമ്മുടെ രോഗങ്ങളെ വഹിച്ചുകൊണ്ട് ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ കാൽവരി ക്രൂശിൽ ನನ್ನ ಪ್ರಾಣವನ್ನು ನಮಗೋಸ್ಕರವಾಗಿ ಕೊಟ್ಟನು. തന്റെ പ്രാണൻ നമുക്ക് വേണ്ടി തന്നു. ಇದನ್ನು ನೆನಪಿಸುವಂತ ಸತ್ಯವಾಗಿದೆ. ഇത് ഓർമ്മിപ്പിക്കുന്ന സത്യമാണത്. ಅಂದ್ರೆ ಅದು ನಮಗೆ ಹೇಳುವುದು, അത് നമ്മൾ വിളിച്ചു പറയുന്നു, ನಾನೊಬ್ಬ ಪಾಪಿ ಎಂಬುದಾಗಿ. ഞാനൊരു പാപി എന്ന് അമേശ വിളിച്ചു പറയുന്നു. ಈಗ ದೇವರ ದಾಸರಿಂದ ನಾವು ಕೇಳಿದೆವು, ദൈവദാസനിൽ നാം അത് കേൾക്കുകയായിരുന്നു. ಕ್ರಿಸ್ತ ಯೇಸು ತಾನು ಈ ಭೂಮಿಗೆ ಬಂದ ಉದ್ದೇಶ ಪಾಪಿಗಳನ್ನು ರಕ್ಷಿಸುವುದಕ್ಕೆ. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം പാപികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ಅದರಲ್ಲಿ ಮೊದಲನೆಯವನು ನಾನು ಎಂಬುದಾಗಿ ಪೌಲನು ಹೇಳಿದ್ದಾನೆ. പൗലോസ് പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ಅಂದರೆ ಯೇಸುವಿನ ಮರಣ ನನ್ನ ಪಾಪದ ನಿಮಿತ್ತವಾಗಿ ಆಗಿತ್ತು. യേശുവിന്റെ മരണം എന്റെ പാപത്തിന് പകരമായിരുന്നു. ಯೆಶಯ ಪ್ರವಾದನೆಯಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. യെശയ്യാ പ്രവചനത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, ಆತನು ನಮ್ಮ ಪಾಪಗಳನ್ನು ತನ್ನ ಮೇಲೆ ಹೊತ್ತುಕೊಂಡನು, ಅಥವಾ ನಮ್ಮ ದ್ರೋಹಗಳಿಗೆ ಆತನಿಗೆ ಶಿಕ್ಷೆಯಾಯಿತು ಎಂಬುದಾಗಿ. അവൻ നമ്മുടെ പാപങ്ങളെ തന്റെ മേൽ വഹിച്ചു, തന്റെ ദ്രോഹങ്ങളെ ചുമന്നു എന്ന് എഴുതിയിരിക്കുന്നു. ಯೆಶಯ ಪ್ರವಾದನೆ 53ನೇ ಅಧ್ಯಾಯ, യെശയ്യാ 53 ಅದರ 4-5ನೇ ವಾಕ್ಯ ನಾನು ಓದುತ್ತೇನೆ. 4-5 ವಾಕ್ಯങ്ങൾ ഞാൻ ഇവിടെ വായിച്ചു. Surely he took up our infirmities and carried our sorrows, yet we consider him stricken by God, smitten by him and afflicted. But he was pierced for our